ഇതുപോലൊരു ദുരന്തം അത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമേ അവർ ഒരടിയെങ്കിലും മുന്നോട്ട് വെക്കും. സുപ്രീം കോടതി ഈ ഒരു വിഷയം പരിഗണനയിൽ എടുത്തുള്ളൂ എന്നൊരു സാഹചര്യം കൂടി. നമസ്കാരം, ഫൈറ്റർ ഫോർ റൈറ്റിലേക്ക് സ്വാഗതം. വെളിച്ചത്തിനായി പോരാടുന്ന സ്വാഗതം. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഒരു ഉരുൾപൊട്ടലോ പേമാരിയോ ഒരു പ്രളയമോ ഉണ്ടായാൽ ഒരു പ്രളയത്തിനേക്കാളും മുകളിൽ, ഒരു പ്രളയത്തിനേക്കാളും വേഗതയിൽ നമ്മുടെ ഇടയിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലേ. ആദ്യകാലങ്ങൾ അത് നമുക്ക് ഭയാനകമായ ഒരു ഭീതി വിതച്ചിരുന്നു എങ്കിൽ ഇന്ന് പലർക്കും അതൊരു തമാശയും ചർച്ചാ വിഷയവും മാത്രമായി ഒതുങ്ങിയിരിക്കും. എങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും, ഇതൊരു ചർച്ചാ വിഷയവും ഒരു തമാശയോ ആക്കി എടുക്കേണ്ട കാര്യമാണ്. കേരളം കണ്ടതിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമായി മാത്രം നിലനിൽക്കുന്ന നമ്മുടെ വയനാട്ടിലെ ഇന്നത്തെ ഉരുൾപൊട്ടൽ അതിജീവിക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം പോലെയുള്ളൊരു ഡാം പൊട്ടിയാൽ അത് ഇന്ത്യ കണ്ടതോ കേരളം കണ്ടതോ അല്ല, ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടേണ്ടി വരും. മിനിറ്റുകൾക്കിടയിൽ 10-35 ലക്ഷം ആൾക്കാർ പൂർണ്ണമായും ഇല്ലാതാകും. ലക്ഷക്കണക്കിന് വീടുകൾ ഇല്ലാതെയാകും. അതിൽ നിന്നും അതിജീവിക്കുന്ന കുറച്ച് ആൾക്കാർ, അവർ നേരിടേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭീകരമായ ദാരിദ്ര്യവും രോഗങ്ങളും ദുരിതങ്ങളും മാത്രമായിരിക്കും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ഒരു നിമിഷം കൊണ്ട് ഈ കേരളം എന്ന നമ്മൾ അഭിമാനം കൊള്ളുന്ന, പ്രബുദ്ധർ എന്ന് അഭിമാനം കൊള്ളുന്ന, ലോകത്തിലെ എവിടെയും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന മലയാളികൾ എന്ന കേരളം ഒരു ദിവസം കൊണ്ട്, ഒരു സെക്കൻഡുകൾ കൊണ്ട്, ഒരു മിനിറ്റുകൾ കൊണ്ട് ദരിദ്രമായ, ആർക്കും വേണ്ടാത്ത, മറ്റുള്ളവരുടെ മുമ്പിൽ പിച്ച തെണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടക്കാൻ സെക്കൻഡുകൾ മതി. ചരിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 1886 അന്നത്തെ തമിഴ്നാടും അന്നത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കേരളവും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അടിയിൽ ഉണ്ടാക്കിയ പാട്ടക്കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും സുപ്രീം കോടതി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഒരു കരാറിന് എന്തെങ്കിലും പുനഃപരിശോധനയ്ക്ക് സാധ്യതയുണ്ടോ. എന്നാൽ ഇന്ന് ഒരു ശുഭവാർത്ത നമ്മളുടെ ഇടയിലേക്ക്, സുപ്രീം കോടതി കേരളത്തിന്റെ ഈ ഒരു ആശങ്ക മുൻനിർത്തി ഈ ഒരു പാട്ടക്കരാർ നിലനിൽക്കേണ്ടത് ആവശ്യമുണ്ടോ എന്നൊരു പുനഃപരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. വയനാട്ടിൽ ഒരു രാത്രി കൊണ്ട് 130 പേരുടെ ജീവൻ കവർന്ന ഈ ഒരു ദുരന്തത്തിന് മുമ്പിൽ പകച്ചു നിന്നുപോയ നമ്മൾ 130 വർഷം പിന്നിടുമ്പോഴും ഒരു ജലബോംബായി നമ്മുടെ എല്ലാം മുകളിൽ നിൽക്കുന്ന, ഒരു കേരളം മുച്ചോടെ മുടിപ്പിക്കാൻ കെൽപ്പുള്ള ആ ഒരു ജലബോംബിന്റെ കീഴിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കും എന്നുള്ള ചിന്ത ഒരു മഴയോ ഒരു പ്രളയമോ മുന്നിൽ കാണുമ്പോൾ മാത്രമായിരിക്കരുത് നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തേണ്ടത്. ഇടുക്കി ജില്ലയിലെ തേക്കടിയിൽ നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം രണ്ട് സംസ്ഥാനങ്ങളുടെ തർക്ക വിഷയം അതത്ര നിസ്സാരവൽക്കരിക്കേണ്ട ഒന്നല്ല. 1961 പ്രളയത്തോടു കൂടിയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾക്ക് തുടക്കമെങ്കിൽ 2000 ഭൂമി കുലുക്കത്തോടു കൂടി ആ ആശങ്ക ഇരട്ടിച്ചു. ഒരു ഭൂമി കുലുക്കം കൂടി അതിജീവിക്കാൻ കഴിയാത്ത വിധം അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച ഭൂരിഭാഗം മിശ്രിതങ്ങളും ഒലിച്ചു പോകുന്ന ഈ ഒരു സാഹചര്യത്തിലും സോൺ 3 6.5 ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യത മേഖലയിൽ നിലനിൽക്കുന്ന ഈ ഒരു അണക്കെട്ട് നമ്മുടെ കേരളത്തിന്റെ ഒന്നാകാൻ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ജലബോംബ് തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയരുന്ന പക്ഷം ഏതെങ്കിലും ഒരു സാഹചര്യത്താൽ മുല്ലപ്പെരിയാർ ഡാമിന് അത് അതിജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മുല്ലപ്പെരിയാറിന്റെ താഴെത്തട്ടിൽ നിലനിൽക്കുന്ന വെള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, കീരിക്കര, മാളാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ, ഇരട്ടയാർ തുടങ്ങിയ പ്രദേശങ്ങളുടെ മൊത്തം നാശത്തിലൂടെ ഇതൊരു ലോകം കണ്ട ഭയാനകമായ ഒരു ദുരന്തത്തിന്റെ തുടക്കം കുറിച്ചു വെക്കുന്നതെന്ന് ഒരു സംശയവും വേണം. കൂട്ടത്തിൽ ഡാമിന് താഴെയായി കുളമാവ്, ചെറുതോണി, ലോവർ പെരിയാർ, ഭൂതത്താൻകെട്ട് എന്നീ ഡാമുകൾ കൂടി ഈ പ്രളയ സമാനമായ വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ തകർന്നടിഞ്ഞാൽ പെരുമ്പാവൂർ, ആലപ്പുഴ നഗരം പൂർണ്ണമായും നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതെയാവും. തൽഫലമായി ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകളും എറണാകുളം ഭാഗങ്ങളും ആ ഉഗ്രമൂർത്തി താണ്ഡവമാടുന്ന പ്രളയ സമാനമായ കുത്തൊലിപ്പ് മുച്ചോടെ ഒടിപ്പിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും നമുക്ക് വേണ്ട. പുതിയൊരു ഡാം പണിയാൻ 7 വർഷം വേണം എന്നുള്ളൊരു സാഹചര്യത്തിൽ പോലും അടിയന്തരാവസ്ഥയിൽ 5 വർഷം കൊണ്ട് പണിഞ്ഞു തീർക്കാം എന്ന് പറയപ്പെടുമ്പോഴും സുപ്രീം കോടതി ഈ ഒരു വിഷയം പരിഗണനയിൽ എടുത്തുള്ളൂ എന്നൊരു സാഹചര്യവും കൂടി നമ്മുടെ മുന്നിലുണ്ട്.
ഒരുപാട് വീഡിയോകളിലും ആർട്ടിക്കിളിലും ഇതിനേക്കാൾ വിശദമായി തന്നെ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റി, വിഷയങ്ങളെ പറ്റി ധാരാളം നമ്മൾ കണ്ടു മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു മഴയുടെയോ കെടുതിയുടെയോ ഈ ഒരു ദുരന്തത്തിന്റെയോ നാൾ വഴികൾ മായുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ചർച്ചാ വിഷയവും നമ്മളിൽ നിന്നും അകന്നു പോകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അടുത്തൊരു ദുരന്തമുഖം നമ്മൾ നേരിടുന്നിടം വരെ അതൊരു മുല്ലപ്പെരിയാർ ഡാം ആയിരിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ അടുത്ത നമ്മുടെ പുതിയ വിഷയങ്ങൾ തേടിയുള്ള നമ്മുടെ പായ്ച്ചൽ തുടരട്ടെ. നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഇത്രയും നാളത്തെ പരിചയം വെച്ച് പറഞ്ഞുകൊള്ളട്ടെ, ഇതുപോലൊരു ദുരന്തം അത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമേ അവർ ഒരടിയെങ്കിലും മുന്നോട്ട് വെക്കും. അങ്ങനെ മുല്ലപ്പെരിയാറിലെയും ഇടുക്കിയിലെയും വെള്ളം കുത്തിയൊലിച്ച് കൊച്ചിയിൽ എത്തുമ്പോൾ ഏകദേശ കണക്ക് പ്രകാരം കൊച്ചിയിലെ ഹൈക്കോർട്ടിന്റെ 5ാം നിലയ്ക്ക് മുകളിൽ ആ വെള്ളം കാണും എന്നുള്ളത് നമുക്ക് സാങ്കല്പികത്തിന്റെയും അപ്പുറമാണ്. നാളെ മുല്ലപ്പെരിയാർ ഡാം തകരുമെന്ന് ചിന്തിച്ചതുകൊണ്ടും അതിനുവേണ്ടി ചർച്ചകൾ നടത്തിയതുകൊണ്ടും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഓരോ മലയാളിയും നമുക്ക് സംഭവിക്കാനിരിക്കുന്ന ഈ ഒരു ഭയാനകമായ ഒരു വലിയ ദുരന്തത്തെ പറ്റി അറിഞ്ഞിരിക്കണം. നമ്മുടെ കേരളത്തെ സംരക്ഷിക്കുവാനും മുല്ലപ്പെരിയാർ ഡാം ദുരന്തത്തെ തടയുവാനും ഓരോ കേരളീയനും ഓരോ മലയാളിയും സേവ് കേരള ബ്രിഗേഡിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക. ജാഗ്രതയോടെ. നമസ്തേ.